Now, a law of variable proportions. And the law of variable proportion എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലേ, അറ്റ്ലീസ്റ്റ് വൺ വേരിയബിൾ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആൻഡ് ഒരു വേരിയബിൾ ഫിക്സ്ഡ് ആയി, അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് അത്തരമൊരു ഇക്വേഷനാണ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. With one factor is variable, keeping the quantities of other factor fixed. And output is increased by varying the quantity of one input. നമുക്ക് ഏതെങ്കിലും ഒരു ഇൻപുട്ടിൻ്റെ മാത്രം മാറ്റം വരുത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് രണ്ട് ഫാക്ടേഴ്സാണ് ഉള്ളതെങ്കിൽ അതിലൊന്ന് കോൺസ്റ്റൻറ്റും ഒന്ന് വാരിയബിളാണ്. ഒരു ഇൻപുട്ട് കോൺസ്റ്റൻറ്റും ഒരു ഇൻപുട്ട് വാരിയബിളാണ്. ഓക്കെ, സോ അതിൽ നമുക്ക് ഔട്ട്പുട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇൻപുട്ട് മാത്രമേ നമുക്ക് കൂട്ടാൻ കഴിയുകയുള്ളൂ. അതാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് അതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട് അല്ലേ, ഔട്ട്പുട്ട് കൂടണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂട്ടാനും കഴിയുകയുള്ളൂ. We are studying the effect of output of variation in factor proportions, hence known as the law of variable proportion. ഓക്കെ, ഇതിന് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയാനുള്ള കാരണമാണ് എന്ത്, സ്റ്റഡിങ് ദി എഫക്ട്സ് ഓൺ ഔട്ട്പുട്ട് ഓഫ് വേരിയേഷൻസ് ഫാക്ടർ പ്രൊപ്പോർഷൻസ്. നമ്മൾ ഒരു ഇൻപുട്ടിൻ്റെ മാത്രം ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഔട്ട്പുട്ടിൽ എത്ര മാറ്റം വരുന്നു എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് വാരിയബിൾ ആയിട്ടുള്ള ഇൻപുട്ടിൽ മാറ്റം വരുത്തിയിട്ട് ഔട്ട്പുട്ടിൽ എത്രമാത്രം മാറ്റം വരുത്താൻ നമുക്ക് പറ്റുന്നു എന്നതാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയാനുള്ള കാരണം. When one factor increases while keeping other factors constant, after a point, marginal returns of the variable factor diminishes. Hence, it is also called as law of diminishing returns. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ടോട്ടൽ പ്രൊഡക്റ്റൊക്കെ ഒരു പരിധി വരെ കൂടുന്നുണ്ട്, ദെൻ അഗെയിൻ ഇൻക്രീസിങ്, അതിനുശേഷം എന്താവുന്നുണ്ട്, ടോട്ടൽ പ്രൊഡക്റ്റൊക്കെ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്, അത് കുറയുകയാണ് ചെയ്യുന്നത്. അത് വീണ്ടും നമ്മൾ ആ ഒരു വാരിയബിൾ ഫാക്ടറിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ വീണ്ടും കൂട്ടിയാൽ ഒരു പരിധി കഴിഞ്ഞാൽ എന്താവും, അതിൻ്റെ അഡീഷണൽ ഔട്ട്പുട്ട് ഓക്കെ അത് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനെ നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നും കൂടെ പറയാനുള്ള കാരണം. ഓക്കെ, ഒരു പരിധി കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന അഡീഷണൽ റിട്ടേൺ എന്താവും, കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ഇതിൻ്റെ അസംഷൻസ് നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ഈസ് കോൺസ്റ്റൻറ്റ്. ടെക്നോളജി എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇഫ് ദർ ഇസ് എനി ഇംപ്രൂവ്മെൻറ്റ് ടെക്നോളജി ദെൻ മാർജിനൽ ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് മേ റൈസ് ഇൻസ്റ്റെഡ് ഓഫ് ഡിമിനിഷിങ്. സോ ടെക്നോളജി കോൺസ്റ്റൻ്റ് ആവണമെന്ന് പറയാനുള്ള കാരണം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ടൊക്കെ അല്ലെങ്കിൽ കുറഞ്ഞ ഇൻപുട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഔട്ട്പുട്ടൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. സോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്താവണം, കോൺസ്റ്റൻ്റ് ആണ്. നിലവിൽ എന്താണോ ടെക്നോളജി അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നർത്ഥം. Then there must be some other inputs such as capital must be kept fixed. അതായത് ഒരു ഇൻപുട്ടെങ്കിലും എന്തായിരിക്കണം, ഫിക്സ്ഡ് ആക്കിയിട്ട് നിർത്തണം. ഓക്കെ, എന്നാലേ നമുക്ക് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആവുള്ളൂ, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസും ആവുള്ളൂ. ദെൻ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി എംപ്ലോയിഡ് ഇൻ വാരിയിങ് പ്രൊപ്പോർഷൻസ്. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എംപ്ലോയ് ചെയ്തത്. ലേബർ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 2 യൂണിറ്റ് അങ്ങനെ 3 യൂണിറ്റ് അങ്ങനെ ലേബറിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നുണ്ട്. അത് വാരിയിങ് ആണ്. ദെൻ ഓൾ ദി യൂണിറ്റ്സ് ഓഫ് വാരിയബിൾ ഫാക്ടർ ആർ ഐഡൻറ്റിക്കൽ. ഓക്കെ, അതായത് ലേബർ ഒക്കെ ഹോമോജനസ് ആണ് എന്നർത്ഥം. ഓക്കെ, നമ്മൾ ആദ്യം ഉപയോഗിച്ച ലേബർ തന്നെയാണ് രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത്. മീൻസ് അതേ സ്വഭാവമുള്ള അതേ പ്രൊഡക്ടിവിറ്റിയുള്ള സെയിം പ്രൊഡക്ടിവിറ്റിയുള്ള ലേബറിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതായത് ലേബർ അതൊരു ക്രിറ്റിസിസം കൂടെയാണ്. അത് ഒരാളെപ്പോലെ തന്നെയുള്ള മറ്റൊരു ലേബറെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അത് ആക്ച്വലി പോസിബിൾ അല്ല റിയാലിറ്റിയിൽ. ഓക്കെ, പ്രാക്ടിക്കൽ അല്ല ആ ഒരു അസംഷൻ എന്ന് പറയുന്നത്. കാരണം ഐഡൻറ്റിക്കൽ ഹ്യൂമൻ ബീയിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇറ്റ്സ് ആക്ച്വലി ഇമ്പോസിബിൾ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ ഡിഫറെൻ്റ് ആണ്, അവരുടെ ക്യാപ്പബിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്, അങ്ങനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ദ യൂണിറ്റ്സ് ഓഫ് വാരിയബിൾ ഫാക്ടർ ലേബർ ആർ ഇൻക്രീസ്ഡ് 1 by 1. സോ ലേബറിൻ്റെ അളവ് 1, 2, 3, 4 അങ്ങനെ നമ്മളിങ്ങനെ ലേബറിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യാണ്, ആ രീതിയിൽ കൂട്ടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ,
സോ ഇവിടെ നമുക്കറിയാം ലോ ഓഫ് വാരിയബിൾ പ്രപ്പോർഷൻസിന് നമുക്ക് 3 സ്റ്റേജ് ഉണ്ട്. ഇതിൽ പ്രത്യേകം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 3 സ്റ്റേജ് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഇനി ചെയ്യുന്നത്. സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് ആവറേജ് റിട്ടേൺ. ഒന്നാമത്തെ സ്റ്റേജാണ് എന്ത്? ഇൻക്രീസിങ് ആവറേജ് റിട്ടേൺ. ആവറേജ് റിട്ടേൺ കൂടുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആവറേജ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലോ ഇറ്റ്സ് ഓൾസോ ഇൻക്രീസിങ്. ആവറേജ് പ്രൊഡക്റ്റ് കൂടുന്നുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റും എന്ത് തന്നെയാണ്? അതും കൂടുന്നുണ്ട്. രണ്ടും ഇൻക്രീസിങ് സ്റ്റേജിലാണ്. ഓക്കെ, പക്ഷേ മാർജിനൽ പ്രൊഡക്റ്റ് എന്താവുന്നുണ്ട്? ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൻ്റെ എൻഡോട് കൂടിയിട്ട് മാർജിനൽ പ്രൊഡക്റ്റ് എന്തായി? ടോപ്പ് ലെവലിലേക്ക് എത്തി അല്ലേ? മാർജിനൽ പ്രൊഡക്റ്റ് ടോപ്പ് ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തി ഫസ്റ്റ് സ്റ്റേജിൻ്റെ എൻഡോട് കൂടിയിട്ട്. അതായത് ഇതിൻ്റെ എൻഡോട് ഇത് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? പിന്നീട് കുറയാണ് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ഇസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ലേബറിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സ്റ്റേജ് 2, സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺ. മാർജിനൽ റിട്ടേൺ എന്താണ്? കുറയുന്ന സ്റ്റേജാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലേ? ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുന്നുണ്ട്, പക്ഷേ അറ്റ് ആൻ ഡിമിനിഷിങ് റേറ്റ്. ഓക്കെ, ദെൻ both AP and MP falls and MP becomes 0 by the end of this stage. APയും MPയും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഫാളിങ് ആണ് അല്ലേ? എ പി താഴോട്ടാണ് പോകുന്നത്, എം പിയും താഴോട്ടാണ് പോകുന്നത്. സോ ഈ ഒരു സ്റ്റേജിൻ്റെ എൻഡോട് കൂടിയിട്ട് എം പി എന്തായി? 0 ആയി. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് സ്റ്റേജ് എം പി ബിക്കംസ് 0, ബട്ട് സ്റ്റിൽ എ പി ഈസ് ഫാളിങ് ബട്ട് പോസിറ്റീവ്. എ പി കുറയുന്നുണ്ട്, പക്ഷേ എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, സോ ഹിയർ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ഈസ് ലെസ് ദാൻ 1. ലേബറിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ് സ്റ്റേജ് 2-ൽ. നൗ കമ്മിങ് ടു ദി സ്റ്റേജ് 3, സ്റ്റേജ് ഓഫ് നെഗറ്റീവ് മാർജിനൽ റിട്ടേൺ. ഇവിടെ ടി പി ഡിമിനിഷസ്, എ പി കണ്ടിന്യൂസ് ടു ഡിമിനിഷ് ആസ് ബിഫോർ ആൻഡ് എൻ പി ബിക്കംസ് നെഗറ്റീവ്. തേർഡ് സ്റ്റേജിൽ നമ്മൾ എന്താണുണ്ട്? ടി പി കുറയുന്നുണ്ട് അല്ലേ? ടി പി ഈസ് ആക്ച്വലി ഫാളിങ്. ടി പി താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് ടി പി. ആൻഡ് എ പിയും എം പിയോ? എ പി ഈസ് ഓൾസോ ഫാളിങ് ബട്ട് പോസിറ്റീവാണ്. എ പി കുറയുന്നുണ്ട്, പക്ഷേ എന്താണ്? പോസിറ്റീവാണ്. എം പി ആണെന്നുണ്ടെങ്കിലോ എം പി ഈസ് ഫാളിങ്, പക്ഷേ എൻഡോട് കൂടിയിട്ട് എന്തായി? ഈ തേർഡ് സ്റ്റേജിൽ എ പി ഫാളിങ് ആണ്, എം പി എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, എം പി ഈസ് നെഗറ്റീവ്. എ പി ആണെന്നുണ്ടെങ്കിലോ ടി പി ആണെന്നുണ്ടെങ്കിലോ ടി പി ഈസ് ഓൾസോ ഫാളിങ്. ഓക്കെ, ഇതാണ് തേർഡ് സ്റ്റേജിൽ സംഭവിക്കുന്നത്. ഹിയർ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 0. നെഗറ്റീവാണ് എന്ത്? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എ റാഷണൽ പ്രൊഡ്യൂസർ വിൽ നെവർ ചൂസ് ടു പ്രൊഡ്യൂസ് ഇൻ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 3. ഒരു റാഷണൽ പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യില്ല? ഒരിക്കലും സ്റ്റേജ് 1-ലോ അല്ലെങ്കിൽ സ്റ്റേജ് 3-ലോ ചൂസ് ചെയ്യില്ല. 1ഉം 3ഉം ചൂസ് ചെയ്യില്ല. കാരണം എന്താണ്? അറ്റ് സ്റ്റേജ് 3 എം പി ഈസ് നെഗറ്റീവ് ആൻഡ് പ്രൊഡ്യൂസർ ക്യാൻ ഇൻക്രീസ് ഹിസ് ഔട്ട്പുട്ട് ബൈ റെഡ്യൂസിങ് ദി എമൗണ്ട് ഓഫ് വാരിയബിൾ ഫാക്ടർ. എം പി തേർഡ് സ്റ്റേജിൽ എം പി നെഗറ്റീവ് ആണല്ലേ? മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? അഡീഷണൽ പ്രൊഡക്റ്റ് എന്താണ്? നെഗറ്റീവാണ്. അഡീഷണൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അഡീഷണലി ഒരു യൂണിറ്റ് ലേബറിനും കൂടെ കൂട്ടിയപ്പോൾ അയാൾ കൂടെ വന്നപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ്? കുറയാണ് ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേജിൽ പ്രൊഡ്യൂസർ ക്യാൻ ഇൻക്രീസ് ഹിസ് ഔട്ട്പുട്ട് ബൈ റെഡ്യൂസിങ് ദി എമൗണ്ട് ഓഫ് വാരിയബിൾ ഫാക്ടർ. സോ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷണലി അയാൾ ഒരു ലേബറിനെ ഉപയോഗിക്കാതെ നിന്നാൽ മതി. അതായത് ലേബറിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് തേർഡ് സ്റ്റേജിൽ ഒരു ഫേം പ്രൊട്ടക്ഷൻ നടത്തില്ല എന്ന് പറയാനുള്ള കാരണം. ഈവൻ ഇഫ് ദ വാരിയബിൾ ഫാക്ടർ ഈസ് ഫ്രീ, അതായത് വാരിയബിൾ ഫാക്ടർ ലേബറിന് നമുക്ക് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും ഇല്ല എന്ന് വെക്കാം. ലേബറിൻ്റെ ഫ്രീ ആണ്, അയാൾ വെറുതെ ജോലി ചെയ്യുകയാണ് എന്ന് വെക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ പോലും എന്താണ്? ദ റാഷണൽ പ്രൊഡ്യൂസർ വിൽ സ്റ്റോപ്പ് അറ്റ് ദി എൻഡ് ഓഫ് സ്റ്റേജ് 2.
എന്താവും, സ്റ്റേജ് 2ൻ്റെ എൻഡോട് കൂടിയിട്ട് അയാൾ അങ്ങോട്ട് നിർത്തിപ്പോവും, പ്രൊഡക്ഷൻ നിർത്തും. അല്ലെങ്കിൽ അതിലാണ് അതിൽ പ്രൊഡക്ഷൻ എത്തിക്കാനാണ് ഒരു പ്രൊഡ്യൂസർ ശ്രദ്ധിക്കുക. വേറെ MP ഓഫ് വാരിയബിൾ ഫാക്ടർ ഈസ് 0, മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്, 0 ആണ്. ഓക്കെ, വേർ പ്രൊഡ്യൂസർ ഈസ് മാക്സിമൈസിങ് ദ ടോട്ടൽ പ്രൊഡക്റ്റ് ആൻഡ് ദസ് മേക്കിംഗ് മാക്സിമം യൂസ് ഓഫ് ദി വാരിയബിൾ ഫാക്ടർ. ടോട്ടൽ പ്രൊഡക്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും, അതിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും എന്താണ്, മാക്സിമം ആണ്. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം പോയിന്റിലേക്ക് എത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. മേക്കിംഗ് യൂസ് ഓഫ് ദി വാരിയബിൾ ഫാക്ടർ. വാരിയബിൾ ഫാക്ടർ ലേബറിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം സ്ക്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാക്സിമം ലേബറിന് യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ഒരു ടോപ്പ് ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലായിരിക്കും നോർമലി ഒരു ഫേം ഉണ്ടായിരിക്കുക സെക്കൻഡ് സ്റ്റേജിൽ. റാഷണൽ പ്രൊഡ്യൂസർ വിൽ നോട്ട് ചൂസ് ദാറ്റ് ടു പ്രൊഡ്യൂസ് അറ്റ് സ്റ്റേജ് 1. സ്റ്റേജ് 1ലും എന്ത് ചെയ്യില്ല, പ്രൊഡക്ഷൻ നടത്തുമല്ലോ. ആൻഡ് ആസ് ഹി ഈസ് നോട്ട് മേക്കിംഗ് ബെസ്റ്റ് യൂസ് ഓഫ് ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ആൻഡ് വാരിയബിൾ ഫാക്ടേഴ്സ്. ഫിക്സ്ഡ് ഫാക്ടേഴ്സിനെയും വാരിയബിൾ ഫാക്ടേഴ്സിനെയും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം പ്രൊഡക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് പ്രൊഡക്ഷൻ ഉള്ളത്. സോ പ്രൊഡ്യൂസർ വിൽ നോട്ട് സ്റ്റോപ്പ് അറ്റ് 1 ആൻഡ് ഹി ട്രൈസ് ടു എക്സ്പാൻഡ് പ്രൊഡക്റ്റ് ഫർദർ. സോ അതുകൊണ്ട് തന്നെ 1ൽ നിർത്തില്ല, കാരണം കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് 1ൽ. ഓക്കെ, ഈവൻ ഈ ഫിക്സ്ഡ് ഫാക്ടർ ഈസ് ഫ്രീ, ഫിക്സ്ഡ് ഫാക്ടേഴ്സ് അതായത് മെഷീൻസും നമ്മുടെ ബിൽഡിംഗ് ഒക്കെ ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ പോലും the rational producer will stop only at the end of stage 1 where the AP of the variable factor is maximum. സോ ഒരു റാഷണൽ പ്രൊഡ്യൂസർ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, സ്റ്റേജ് 1ൻ്റെ എൻഡിലായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്ന ഒരു പോയിന്റ്, പ്രൊഡക്ഷൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം വേർഡ് AP ഓഫ് ദ വാരിയബിൾ ഫാക്ടർ ഈസ് മാക്സിമം. ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്, മാക്സിമം എത്തി നിൽക്കുന്ന ഒരു പോയിൻ്റാണ് അത്. ഓക്കെ, സോ അറ്റ് ദ എൻഡ് ഓഫ് സ്റ്റേജ് 1 പ്രൊഡ്യൂസർ ഈസ് മേക്കിംഗ് മാക്സിമം യൂസ് ഓഫ് ഫിക്സ്ഡ് ഫാക്ടർ. സോ സ്റ്റേജ് 1ൻ്റെ എൻഡോടുകൂടി പ്രൊഡ്യൂസർ എന്തായി, ഫിക്സ്ഡ് ഫാക്ടേഴ്സ് മാക്സിമം യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വന്നു. സോ ദ സ്റ്റേജ് 1 and 3 ആർ കോൾഡ് സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് അബ്സ്യൂഡിറ്റി ഓർ ഇക്കണോമിക് നോൺസെൻസ്. ഓക്കെ, ഈ സ്റ്റേജ് 1നും സ്റ്റേജ് 3നും നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സ്റ്റേജ് ഓഫ് ഇക്കണോമിക് അബ്സ്യൂഡിറ്റി. ഓക്കെ, അബ്സർഡിറ്റി or economic nonsense, stage 1 and 3. So rational producer will be always producing only at stage 2. So stage 1 and 3 represent non-economic region in production function. Production functionലെ non-economic ആയിട്ടുള്ള ഏരിയ ആണ്. അതെന്താണെന്നുള്ളത് നമ്മൾ സ്റ്റേജ് 1ൻ്റെയും 3ൻ്റെയും പ്രോബ്ലംസ് ഒക്കെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. എ ടിപ്പിക്കൽ ബിസിനസ് ഫേം neither actually operates in the first nor in the third stage of the law, but it operates in the second stage of the law of variable proportion. Law of variable proportionൻ്റെ സെക്കൻഡ് സ്റ്റേജിലായിരിക്കും ഒരു റാഷണൽ പ്രൊഡ്യൂസർ എപ്പോഴും പ്രൊഡക്ഷൻ നടത്തുന്നത്. അറ്റ് സ്റ്റേജ് 2 both AP and MP of the variable factor are diminishing. ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഒക്കെ സ്റ്റേജ് 2ൽ എന്താണ്, കുറയാണ്. ആൻഡ് ദിസ് സ്റ്റേജ് റെപ്രസെൻറ്റ് ദ റേഞ്ച് ഓഫ് റാഷണൽ പ്രൊഡക്ഷൻ ഡിസിഷൻ. ഈ സ്റ്റേജ് 2നെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ദ സ്റ്റേജ് ഓഫ് അല്ലെങ്കിൽ ദി റേഞ്ച് ഓഫ് റാഷണൽ പ്രൊഡക്ഷൻ ഡിസിഷൻ എന്നുള്ളത്. അറ്റ് സ്റ്റേജ് 2 ദ പ്രൊഡ്യൂസർ വിൽ ഡിസൈഡ് ടു പ്രൊഡ്യൂസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രൈസ് ഓഫ് വാരിയബിൾ ഫാക്ടർ. സോ ഒരു സ്റ്റേജ് 2ൽ നമ്മൾ വാരിയബിൾ ഫാക്ടറിൻ്റെ കോസ്റ്റ് എത്രയാണോ അല്ലെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുന്നത്, ഡിസൈഡ് ടു പ്രൊഡ്യൂസ്. അദ്ദേഹം പ്രൊഡക്ഷൻ നടത്തണോ നടത്തണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു പ്രൈസ് ഓഫ് വാരിയബിൾ ഫാക്ടർ എത്രത്തോളം കോസ്റ്റ്ലി ആണ് എന്നത് നോക്കിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസിൽ അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്.